ഒരു ഫയർഫ്ലൈനെയും കാണാത്തവര് ദേ വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. ബട്ട് ഞങ്ങളിത് ഈ സീസണിൽ എപ്പോഴും കാണുന്നതുകൊണ്ട് വി നോ ദ അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പൊ അതും ഒരു നോർമൂൺ ഡേയിൽ ഇത് കാണാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് പീക്ക് ഇന്റൻസിറ്റിയില് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും, ഇത് ഗ്ലോ ചെയ്യും. ഇത് ഗ്ലോ ചെയ്യാൻ അപ്പൊ വിഷ്വൽ ഇമ്പാക്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചില പെർട്ടിക്കുലർ പോയിന്റ്സിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് ഒരു മെക്സിക്കൻ വേവ് പോലെ ഓണാവും ഓഫാവും, ഓണാവും ഓഫാവും. ഇങ്ങനെ ഒരു സ്റ്റേഡിയത്തിൽ കറങ്ങുന്നോട്ട് ഇങ്ങനെ ഓഫായി. ശരിക്കും പല ആൾക്കാർ അത് നമ്മൾ ശബ്ദം വന്നു വി ഷുഡ് ബി ജസ്റ്റ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. നമ്മൾ അവിടെ ചെന്ന് ഒരു മൊബൈലിന്റെ ടോർച്ച് പോലും പാടില്ല. ഹായ്, ഹലോ വ്യൂവേഴ്സ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് ആണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സൂമിംഗ് ലെൻസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡൈനിങ് ഏരിയയെക്കുറിച്ച്. ശരിക്കും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പോലെയാണ് ആ ഡൈനിങ് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു വീടിൻ്റെ ഒരു മുറ്റം പോലെ ഉള്ള ഒരു ഫീലാണ് നമുക്കിവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത്. റിസോർട്ടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള കാഴ്ചകളിലേക്ക് ആരോ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ നടപ്പാതയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ്. എന്ന് വെച്ചാൽ വെയിലുണ്ട്, എന്നാൽ വെയിലിൻ്റെ ഒരു ചൂടില്ല, പ്രകൃതിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ മാത്രം. നല്ല രസകരമായ ഒരു വഴി കാട്ടിനകത്തൂടെ. ഇത് കണ്ടില്ലേ, ചെമ്പരത്തി ഒരു വള്ളിക്കുടിൽ പോലെ ഇങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും അങ്ങോട്ട് വന്നിട്ട് ആർച്ച് പോലെ ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി കടന്ന് ചെല്ലുന്നത് ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂളാണ്. എന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ വാട്ടറാണ്. ശരിക്കും പ്രകൃതിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, അല്ലാതെ അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വെള്ളമല്ല. കാരണം അത് ഒഴുക്കുള്ള വെള്ളമാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ പ്രകൃതിയിൽ നിന്നുള്ള സ്വാഭാവികമായ വെള്ളം വന്നിട്ട് ഈ പോണ്ടിൽ നിറഞ്ഞിട്ട് പിന്നെ അതിന് ഒഴുകിക്കൊണ്ടിരിക്കും പുറത്തേക്ക്. ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാനാണ് ഇവിടെ അല്ലേ? ആളുകൾ വരുമ്പോ കാട്ടിനകത്തിരുന്ന് സംസാരിക്കും പോലെ. രാത്രിയൊക്കെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് വൈബ്. ഇവിടെ അത് ചെറിയൊരു മീൻകുളമാണ്. മീൻ വളർത്തൽ. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് ഫയറിനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ കാണുന്നത്. ക്യാമ്പ് ഫയർ വെച്ചതിന് ശേഷം ചുറ്റും ഇതുപോലെ ഒരു ഇരിപ്പിടങ്ങൾ വട്ടത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടിക്കാലം ഓർത്തെടുക്കാനായിട്ട് കിഡ്സ് പാർക്കാണ്. മുകളിൽ പാരന്റ്സിന് ഇരിക്കാം, അടിയിൽ കുട്ടികൾക്ക് ഇരിക്കാം. ഇത് രുദ്രാക്ഷത്തിന്റെ മരമാണ്. രുദ്രാക്ഷത്തിന്റെ അല്ലേ? അപ്പുറത്ത് വേറെ ഉണ്ട്, അത് കാണിക്കാം. രുദ്രാക്ഷ അതില് രുദ്രാക്ഷത്തിൻ്റെ മരത്തിൻ്റെ തടിയാണ്. ഇങ്ങനെ ഒരു പിരിവ് പോലെയാണ്, കണ്ടില്ല? ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ പല പല മരങ്ങളുണ്ട്. ഗ്രാമ്പു, കുന്തിരിക്കം, ആത്തച്ചക്ക, ജാതിക്ക, ചന്ദനം, പാരിജാതം, ഓറഞ്ച്, അശോകം, അമ്പാഴം, അങ്ങനെ പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട് ഇതിനകത്ത് മരങ്ങളായിട്ട്. ഇതിൻ്റെ ആയുർവേദ ഈ സ്കിൻ ഡിസീസ് അങ്ങനെ ആയിട്ടൊക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ള ഭയങ്കര റൂട്ട് ഭയങ്കര എക്സ്പെൻസ് ചെയ്ത്. ഞാൻ തൃശ്ശൂർ മണ്ണുത്തി ഇവിടെ നിന്ന് അവരുടെ ആദ്യത്തെ പ്ലാന്റ് ഞാനാണ് വാങ്ങിച്ചത്. മരമഞ്ഞൾ. ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് 3 സൈഡും കാടാണ്. ഇത് കേരളത്തിലുള്ള എല്ലാ മൃഗങ്ങളും ഈ കാട്ടിലുണ്ട്. ഈ കാട് ശരിക്കും തമിഴ്നാട്, കേരള, കർണാടക ഇത് 3നെയും കൂടി വ്യാപിച്ചു കിടക്കുന്ന കാടുകളാണ്. ഊട്ടി 17 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഊട്ടിയാണ്. ബൈ റോഡ് ആണെങ്കിൽ 110 കിലോമീറ്റർ ഉണ്ട്. ട്രക്ക് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഇവിടെ നിന്നൊരു 1.5 ദിവസം ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഊട്ടിയിലെത്തും. പണ്ട്
നമ്മുടെ ബ്രിട്ടീഷേഴ്സ് ഊട്ടിയിൽ താമസിച്ച് അവർ നിലമ്പൂർ പ്ലാന്റേഷൻസ്, അവരുടെ പ്ലാന്റേഷൻസ് കാണാൻ പറ്റുന്ന ഒരു പാത്ത് ഉണ്ടായിരുന്നു കൊണ്ട്. ഇപ്പോഴും ആൾക്കാർ ആദിവാസികളോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ പോകുന്ന ഒരു റൂട്ടാണത്. കമ്മിങ് ടു ദ പോയിന്റ്, വന്യജീവികൾ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ആന, കടുവ, കരടി, ഇതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും കാണാറില്ല, പക്ഷെ ഉണ്ട്, സാധനങ്ങളുണ്ട്. മ്ലാവ്, മാന്, മുള്ളമ്പന്നി, പന്നി, ഇതൊന്നും പിന്നെ നമ്മൾ കണക്കിലെടുക്കാറില്ല. മയില്, കുരങ്ങ്, അങ്ങനത്തെ സാധനങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. പക്ഷെ എല്ലാ സാധനങ്ങളും ഈ ഏരിയയിൽ സേഫ്റ്റിക്കായിട്ട് എന്താണ് ചെയ്യുന്നത്? അതെ, ഇങ്ങോട്ട് അങ്ങനെ സാധാരണ രീതിയിൽ ഇറങ്ങാറില്ല. ഇതെല്ലാം കാട്ടിലുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കാം. ആന, ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റേഷൻസ് അവിടെയൊക്കെ വരാറുണ്ട്. അതും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ കാവലുണ്ട്. സീസണലായിട്ട് ഇവിടെ പൂമ്പാറ്റകൾ ധാരാളം വരാറുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മിന്നാമിനുകളെ കുറിച്ചിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അർജുൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഈ കാട് പോലുള്ള ഏരിയ ആകുമ്പോൾ വേറെ സ്പീഷീസ് ഒക്കെ ഉണ്ടാവില്ലേ? ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസ്, യെസ്. ബട്ടർഫ്ലൈസിന്റെ ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബട്ടർഫ്ലൈ സെൻസസ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തപ്പോഴത്തേക്കും ഈ കാടുകൾ ഏകദേശം 150 സ്പീഷീസിനേറെ ബട്ടർഫ്ലൈസ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് പലതും ഇന്ത്യയിലെ റയറസ്റ്റ് സ്പീഷീസ്, അതൊക്കെ ഇവിടെ വളരെ കോമൺ ആണ്. പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഇന്ത്യയുടെ സ്പീഷീസ് അതിവിടെ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബട്ടർഫ്ലൈസിനെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഹോസ്റ്റ് പ്ലാന്റുകളാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു 22ഓളം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ബട്ടർഫ്ലൈസ് പല സ്പീഷീസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും ബട്ടർഫ്ലൈസിൻ്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ്. ആ സമയത്ത് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ബട്ടർഫ്ലൈസ് ആയിരിക്കും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ട്, പക്ഷെ അത് ലെഫ്റ്റ് ഓവേഴ്സ് അധികം എന്ന് പറയാം. മറ്റേത് അതല്ല, 10,000-കണക്കിന് ബട്ടർഫ്ലൈസ് ഞങ്ങൾ വെൽക്കം ചെയ്യേണ്ട വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വെൽക്കം ചെയ്യുന്ന ബട്ടർഫ്ലൈസ് ആയിരിക്കും വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ സമയത്ത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ബട്ടർഫ്ലൈസിന്റെ മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അത് വേറൊരു സ്പീഷീസ് ആണ്. അത് മസ്നഗുഡിയിൽ നിന്ന് ബട്ടർഫ്ലൈസിന്റെ ആ ഒരു സ്പീഷീസ് എമിഗ്രേറ്റ് എന്നാണ് അതിന്റെ പേര്. ഒരു ലെമൺ യെല്ലോ കളർ ബട്ടർഫ്ലൈ. മസ്നഗുഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ സ്ട്രീം വഴിയാണ് അത് പോകുന്നത്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. ഒരു ട്രെയിൻ പോകണ തൊട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് മുമ്പൊക്കെ ഒരു 10, 50, 100 ആയിരിക്കും ഒരു ബാച്ച് പോരുന്നത്. ആ ബാച്ച് പോന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബാച്ച് അങ്ങനെ പോകും. അപ്പോൾ സ്ട്രീമിൽ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കണമെങ്കിൽ നമുക്ക് അത്രയും വോളിയം മൈഗ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇപ്പം ചെറിയ ബാച്ചസാണ്, ഒരു 5-10 എണ്ണത്തിൻ്റെ ബാച്ചസ് ആയിട്ട്. അപ്പോൾ വളരെ വിരളമായിട്ടാണല്ലോ കാണുന്നത്. ഫയർഫ്ലൈസിന്റെ വേറെ ടൈമുണ്ട്. അത് ഈ പറഞ്ഞ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ടൈമിലാണ് ഫയർഫ്ലൈസ് ഉള്ളത്. അതും കോടിക്കണക്കിന് മനുഷ്യനാനുകളായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ 5-10 എണ്ണം പോലും കണ്ടു കാണാൻ വഴിയില്ല. അതെ. അപ്പൊ അത് ശരിക്കും ഒരു മരം ഇരുന്ന് കത്തും ആദ്യം, അത് കഴിഞ്ഞ് ഒരു മല ഇരുന്ന് കത്തും. അത്രയും വോളിയം, അത്രയും അധികമാണ് ഇവരുടെ വോളിയം. ശരിക്കും അതിന്റെ ഒരു ഹിസ്റ്ററി, ഒരു അതിന്റെ ഇൻഫർമേഷൻസ് പറയണമെങ്കിൽ ഒരു 2200ഓളം സ്പീഷീസ് ഓഫ് ഫയർഫ്ലൈസ് ഉണ്ട് ഈ വേൾഡിൽ. അതിന്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അതിന്റെ ഗ്ലോയിങ് ഇന്റൻസിറ്റി, അതിന്റെ ഗ്ലോയിങ് കളറ്, അത് മിന്നുന്നതിന്റെ രീതി, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അത് ബൈഫർഗേറ്റ് ചെയ്തത്. ഇവിടെ കാണുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ഗ്ലോ ആവും, ഒരുമിച്ച് ഓഫ് ആവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ശരിക്കും ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആയത്. ഒരു മെയിൽ ഫയർഫ്ലൈ ഗ്ലോ ചെയ്ത് ഫീമെയിൽ ഫയർഫ്ലൈനെ അട്രാക്ട് ചെയ്യുന്നു, അട്രാക്റ്റഡ് ഫീമെയിൽസ് ഗ്ലോ ചെയ്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് കുറേ കൂടി ഫയർഫ്ലൈസ് നമ്മുടെ നാട്ടുപ്രദേശത്തും അല്ലെങ്കിൽ ഇപ്പൊ അത് കാണാം. ഇപ്പൊ റയറ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഒന്ന് മെയിൻ കാരണം ലൈറ്റ് പൊല്യൂഷനാണ്. ലൈറ്റ് പൊല്യൂഷൻ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് ബ്രീഡിങ് നടക്കുന്നില്ല, അതുകൊണ്ട് എക്സ്റ്റിങ്. പ്ലസ് ഈ പറഞ്ഞ സാറ് പറഞ്ഞുകൊണ്ട് എയർ പൊല്യൂഷന്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് എല്ലാം കൂടി അത് ഉദാഹരണത്തിന് ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു പൂമ്പാറ്റ ഒരു പൂവുള്ള ചെടിയിൽ വന്ന് നിന്ന് നമ്മൾ ആ ചെടി വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ പൂമ്പാറ്റ പറഞ്ഞ അപ്പുറത്തെ പൂച്ചെടി ചെന്നിരിക്കും. ഫയർഫ്ലൈ അങ്ങനെയല്ല, അത് വെട്ടിക്കളഞ്ഞാൽ അത് അതേപടി അവിടെ തീർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫയർഫ്ലൈൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 to 2 months. ബാക്കിയുള്ള 10 മാസം ഇത് ലാർവ സ്റ്റേജിലാണ് നിൽക്കുക. ഈ 2 months ഇതുള്ളതിൽ എൻ്റെ മെച്യൂരിറ്റി സ്റ്റേജ് ഒരു 3 to 4 weeks. ഈ മെച്യൂരിറ്റി സ്റ്റേജിൽ മാത്രമേ ഇത് ഗ്ലോ ചെയ്യുള്ളൂ. മറ്റേത് അതിൻ്റെ ബാലകാലം എന്ന് പറയാം. അപ്പോൾ ഈ ടൈമിൽ ഇത് ബ്രീഡ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഈ മുട്ടയിട്ട മരങ്ങൾ അതേപടി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സീസണിൽ അത് ആദ്യ ഒരു 2-3 വേനൽ മഴ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലാർവാസ് വിരിഞ്ഞ് ആ സൈക്കിൾ പൂർത്തിയാവും. ഇതാണ് ഇതിന്റെ ഒരു ചെറിയൊരു പറയാൻ വേണ്ടി ഞാൻ കുറെ ഉണ്ട് ഇതില്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇത് ഇതിനെപ്പറ്റി ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത് നിലമ്പൂർ ഫയർഫ്ലൈ ഫെസ്റ്റിവൽ എന്നുള്ള ഒരു ബ്രാൻഡിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തു. ഇത് നിലമ്പൂരിന് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട്. അത് ഞാനിതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത് ഒരു 8 വയസ്സുകാരൻ കുട്ടിയുടെ ഞങ്ങളുടെ ഒരു ഗസ്റ്റ് പണ്ട് വന്നപ്പോഴത്തേക്കും ഹി വാസ് ഹാവിങ് ഇൻമെൻസ് നോളേജ് അബൌട്ട് വൈൽഡ് ലൈഫ്. ഈ പറഞ്ഞ കിളികൾ, ഒരു കിളീനെ കണ്ടുവെച്ച് അവൻ പറഞ്ഞ അതിൻ്റെ നെസ്റ്റ് ഇങ്ങനെ ആയിരിക്കും, അത് ഇന്ന സാധനങ്ങളാണ് കഴിക്കണത്. 8 വയസ്സേ ഉള്ളൂ. ഇവനെ കൊണ്ട് ഒരു പ്രാവശ്യം റോക്ക് ട്രക്കിങ്ങിന് പോയപ്പോൾ കുറച്ച് തവളപ്പത്തലിനെ കണ്ടു. അപ്പം ഇവൻ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ബാംഗ്ലൂരിൽ നിന്നുള്ള എൻ്റെ അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ക്യാൻ ഐ ക്യാച്ച് ഫ്യൂ ഓഫ് ദീസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ ട്രക്കിങ് തിരിച്ച് പ്രോപ്പർട്ടിയിലേക്ക് റിസോർട്ടിലേക്ക് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അപ്പം ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അവനെ നോക്കി ഒരു ചിരിയും ചിരിച്ച്, അവൻ്റെ എപ്പോഴും ഷോൾഡർ ബാഗ് ഉണ്ട് അവൻ്റെ. ആ ഷോൾഡർ ബാഗ് അവിടെ കല്ലിൽ വെച്ച് തുറന്നിട്ടും ഒരു കണ്ടെയ്നർ എടുത്തു അവനവിടെ വെച്ചു. അവൻ ഇതിനെ പിടിക്കുന്നത് ഇതൊക്കെ കണ്ട് ഞാൻ ഭയങ്കര ഷോർട്ടായിട്ട് ഇങ്ങനെ ആശ്ചര്യത്തോട് കൂടി ഇങ്ങനെ ഞാൻ ഈ നിൽക്കണ കണ്ടിട്ട് ഇവൻ്റെ അച്ഛൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മനസ്സിലായി പുള്ളിക്ക് എന്താണിത്. He has a small mini zoo in his room. He is very fond of all these things. അപ്പം ഞങ്ങളും അവൻ്റെ ആ ഇഷ്ടത്തിനങ്ങൾ വിട്ടുകൊടുത്തേ. അവൻ തിരിച്ചു വന്നു വെച്ചാൽ അവന് ഇങ്ങനെ ചോദിച്ചു, ആനേനെ കാണാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഈ കൊച്ചിനെ വെറുതെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്നും പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിഡ്സ് പാർക്ക് ഉണ്ട്. അപ്പം അതിനൊരു 2 ലെയറായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം പറഞ്ഞു രാത്രി നമുക്ക് ശ്രമിക്കാം, ആനേനെ കാണൂലെന്ന് നമുക്കറിയാം, പക്ഷെ എന്നാലും ഇവൻ്റെ ഒരു മനസ്സമാധാനം അവിടെ പോയി ഇങ്ങനെ നിർത്തിയപ്പോൾ ആസ് യൂഷ്വൽ ആനേനൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അത് ഈ ഫയർഫ്ലൈസിന്റെ സീസൺ ആയിരുന്നു. അപ്പോൾ അത് കണ്ട് രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ നിന്നപ്പോൾ കുറേ മിന്നാമിനുകൾ ഇരുന്ന് കത്തുന്നു. എന്നുവെച്ചാൽ ഞാൻ ഈ ഒരു 10,000 കണക്കിനുണ്ടാവും, പക്ഷെ ഫോർ മീ ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ആ സമയത്ത്. അപ്പോൾ അവനിത് കണ്ടിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഡാഡ് isn't this similar to a scene in അവതാർ മൂവി. അവതാർ മൂവിയിലെ ലാസ്റ്റ് ഒരു സീനുണ്ട്. അവതാർ മൂവി ഞാനും കണ്ടിട്ടുണ്ട് മുമ്പ്, പക്ഷെ ഇതൊന്നും നമ്മൾ അറിഞ്ഞൂടല്ലോ, ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെക്കൗട്ട് ചെയ്ത് പോയി. ഞാനിതിൻ്റെ പുറകെ പിന്നെ നടന്ന് ഇങ്ങനെ മിന്നാമിനുകളുണ്ടോ ഇതൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ നമ്മുടെ ലോക്കൽ ചേച്ചിമാരും ചേട്ടന്മാരും സ്റ്റാഫുകളുണ്ട്. ചോദിച്ചു അതൊന്നും നടന്നല്ലോ. അവരും വല്ലപ്പോഴൊക്കെ കാണാറുണ്ട് സാറേ, അത് എങ്ങനെയൊക്കെ പറഞ്ഞേ. ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഈ പറയണ ചേട്ടൻ ഞങ്ങൾ അപ്പുറത്ത് ഫാം നോക്കണ ഒരു കുട്ടപ്പേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പുള്ളി രാത്രി അവിടെ ഫാമിൽ കാവൽ നിൽക്കണേ. അപ്പം പുള്ളി ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് മിന്നാമിനിങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യും, രാത്രി ആകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി മുകളിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മളൊന്നും രാത്രി ആ ഭാഗത്തേക്ക് പോകാറില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അന്ന് രാത്രി കയറി ലിറ്ററലി ഐ വാസ് ഷോക്ക്ഡ് ടു സീ ദ മൗണ്ടൻ ഗ്ലോയിങ്. ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കണായിരുന്നു. പിന്നെയാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ച് ഇപ്പം കഴിഞ്ഞ കൊല്ലമാണ് നമ്മളതൊരു ഫയർഫ്ലൈ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ ഈ കംപ്ലീറ്റ് നിലമ്പൂരിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട്. ഇരുട്ട് വേണം. ഇവിടെ
അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ രാത്രി സ്റ്റേ ചെയ്യാനേ വേണം. കടന്നലുകൾ ഒഴിഞ്ഞു പോയ വലിയൊരു കടന്നൽ കൂടാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. കാഴ്ചകൾ ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ പുതിയ കാഴ്ചകളുമായി വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.